നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലപാട് മാറ്റി ഡൊണാൾഡ് ട്രംപ്. മോദി നല്ല സുഹൃത്തെന്നും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും ട്രംപ്. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.9% ഉയർത്തി ഫിച്ച്. ശക്തമായ ഡിമാൻഡാണ് നേട്ടമായത്. രാജ്യത്തിന്റെ സ്റ്റീൽ ഇറക്കുമതി വർദ്ധിപ്പിക്കും. 2 വർഷം കൊണ്ട് 10 ഇരട്ടി വർധനയാണ് ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ. US താരിഫുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തില്ല. GST പരിഷ്കാരങ്ങൾ തിരിച്ചടി കുറയ്ക്കുമെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. GST 2 സ്ലാബിലേക്ക് ചുരുങ്ങിയതോടെ 391 സാധനങ്ങൾക്ക് വില കുറയും. വീട്, കാറ്, വസ്ത്രം തുടങ്ങി സാധാരണക്കാരുടെ സ്വപ്നങ്ങളെ തലോടുന്നതാണ് പുതിയ GST പരിഷ്കരണം. GST ഇളവുകൾ വീട്ടുപകരണങ്ങളുടെ വില കുറയ്ക്കും. നിലവിലെ 28% GST 18% മാത്രമാകും. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 323 പോയിന്റ് ഉയർന്ന് 81,425-ലും, നിഫ്റ്റി 104 പോയിന്റ് ഉയർന്ന് 24,973-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ ഓഹരി വിപണിയുടെ വിശദാംശങ്ങൾ? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം ഒരു ചോപ്പി സെഷനായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. 24,991 എന്നുള്ളൊരു നിലയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയതിനു ശേഷം 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ അനായാസം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ പിന്നീട് ഓപ്പൺ ചെയ്തതിന് സമാനമായിക്കൊണ്ടുള്ള ഒരു നിലയിലേക്ക് നിഫ്റ്റി പിന്നീട് വരുന്നതാണ് കണ്ടത്. ഏതാണ്ട് 110 പോയിന്റുകളുടെ ഒരു മുന്നേറ്റത്തോടു കൂടി 24,979-ൽ ക്ലോസ് ചെയ്യുമ്പോൾ പോലും നിഫ്റ്റിക്ക് മുന്നിൽ ഹഡിലായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ഓട്ടോ സെഗ്മെന്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ്. തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് ഓട്ടോ ഓഹരികൾ കടന്നിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് ഒരു ഇടിവിന് പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഓട്ടോ ഇൻഡെക്സിലെ ഇടിവും അതിൻ്റെ കീഴിലുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും കാരണമായിട്ട് പറയാം. മറ്റൊന്ന് ട്രംപിൻ്റെ താരിഫ് കൺസേൺസ് തന്നെയാണ്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരിഫിൻ്റെ കേസിൽ കൃത്യമായ ഒരു രീതിയിലേക്ക്, ഒരു എൻഡിലേക്ക്, ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമെന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും എസ്പെഷ്യലി ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്യൻ യൂണിയൻ മേലിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വീണ്ടും 100% അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ആശങ്ക താരിഫിന്റെ കേസിൽ ഉളവാക്കുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. സോ ഈ താരിഫിന്മേൽ നിലനിൽക്കുന്ന കൃത്യമായ രീതിയിലുള്ള ഒരു എൻഡിലേക്ക് എത്താത്തതാണ് ഏറ്റവും വലിയൊരു ഹഡിലായിട്ട് മാർക്കറ്റിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈക്കോളജിക്കൽ ലെവലായി 25,000-ൽ എത്തിയതിനു ശേഷം ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്തകൾ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കഴിഞ്ഞ കുറേ സെഷനുകളിലായിട്ട് നമ്മൾ പല മേഖലകളിലും, IT ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഒരു മുന്നേറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്നത്തെ ഇൻട്രാഡേ ഹൈക്ക് എത്തിയതിനു ശേഷം പല സെഗ്മെന്റുകളിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ ഇന്ന് കൂടുതൽ നേട്ടത്തിലേക്ക് പോകാൻ സാധിക്കാതെ പിടിച്ചു നിർത്തിയത് എന്നാണ് കരുതേണ്ടത്. ജാസ്മിൻ ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂഡിൽ തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി നല്ല സുഹൃത്തെന്നും വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി മോദി. തീരുവ യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്തിൽ കുറിച്ചു. തന്റെ അടുത്ത സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ട്രംപ് പ്രതികരിച്ചു. നേരത്തെയും മോദി വളരെ അടുത്ത സുഹൃത്താണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നു. ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ അനന്ത സാധ്യതകൾ തുറക്കുന്നതിലേക്ക് വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് മോദി പറഞ്ഞു.
പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ചർച്ചകൾ അതിവേഗം പൂർത്തീകരിക്കാൻ ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങൾ പരിശ്രമിക്കുകയാണെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനം 6.9% ഉയർത്തി ഫിച്ച്. ശക്തമായ ഡിമാൻഡാണ് ഇന്ത്യക്ക് നേട്ടമായത്. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഫിച്ച് റേറ്റിംഗ് ഉയർത്തിയത്. 2026 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം നേരത്തെ 6.5%ആയിരുന്നതാണ് 6.9% ഉയർത്തിയത്. 2026 സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിലെ GDP വളർച്ച 7.8% ഉയർന്നിരുന്നു. മുൻപാദത്തിൽ ഇത് 7.4% സേവന ഉൽപാദനം മുൻപാദത്തിലെ 6.8% നിന്ന് 9.3% ഉയർന്നു. അതേസമയം സ്വകാര്യ പൊതു ഉപഭോഗ ചെലവുകളാണ് ഡിമാൻഡ് ഉയർത്തിയ പ്രധാന ചാലകശക്തികൾ. ഏപ്രിൽ-ജൂൺ പാദത്തിൽ സ്വകാര്യ ഉപഭോഗം 7% വർദ്ധിച്ചു. അധിക തീരുവയുമായി ബന്ധപ്പെട്ട് വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന്റെ അപകടസാധ്യതകൾ റേറ്റിംഗ് ഏജൻസി ചൂണ്ടിക്കാണിച്ചു. തീരുവ ചർച്ചയിലൂടെ കുറയ്ക്കുമെന്ന് ഫിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപ വികാരത്തെ അനിശ്ചിതത്വം ബാധിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തിൻ്റെ സ്റ്റീൽ ഇറക്കുമതി വർദ്ധിപ്പിക്കും. 2 വർഷം കൊണ്ട് 10 ഇരട്ടി വർധനയാണ് ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ. 2 വർഷത്തിനുള്ളിൽ സ്റ്റീൽ കയറ്റുമതി 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 50 ദശലക്ഷം ടണ്ണാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നിലവിൽ 4 ദശലക്ഷം ടൺ സ്റ്റീലാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സ്റ്റീൽ കയറ്റുമതി കനത്ത ഇടിവ് നേരിട്ടിരുന്നു. വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 30 മുതൽ 33% കുറവുണ്ടായി. ഇതിന്റെ ഫലമായി 10 വർഷത്തെ ഉയർന്ന വ്യാപാര കമ്മി 4.5 ദശലക്ഷം ടണ്ണായി. ദുർബലമായ ആഗോള ഡിമാൻഡിൽ നിന്നും ചൈനയിൽ നിന്നും വില കുറഞ്ഞ സ്റ്റീൽ ഇറക്കുമതിയിൽ നിന്നും ഇന്ത്യ സ്റ്റീൽ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5 ദശലക്ഷം ടൺ കയറ്റുമതി ചെയ്തു. ലോകത്തിലെ 2ാമത്തെ വലിയ സ്റ്റീൽ ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള അനിയന്ത്രിതവും വിലക്കുറഞ്ഞതുമായ ഇറക്കുമതി ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US താരിഫുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്തില്ല. GST പരിഷ്കാരങ്ങൾ തിരിച്ചടി കുറയ്ക്കുമെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. അമേരിക്കയുടെ താരിഫ് നടപടി ഈ സാമ്പത്തിക വർഷത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്തനാഗേശ്വരൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ദീർഘകാല തീരുവകൾ നിക്ഷേപ വികാരത്തെ ബാധിക്കുമെന്നാണ് അനന്തനാഗേശ്വരൻ സൂചിപ്പിക്കുന്നത്. നിലവിലെ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 5 മാസങ്ങൾ US-ലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട്. അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തിൽ ആഘാതം താരതമ്യേന പരിമിതമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. താരിഫിന്റെയോ GST-യുടെയോ കൃത്യമായ ആഘാതം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. AIMA 52ാമത് ദേശീയ മാനേജ്മെന്റ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് ഗ്രാമിന് 20 രൂപ ഉയർന്ന് 10,130 രൂപയും പവന് 160 രൂപ ഉയർന്ന് 81,040 രൂപയുമായി. കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. 18 ക്യാരറ്റ് വിലയും ഉയർന്നു. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 8,280 രൂപയിലായിരുന്നു ഇന്ന് വ്യാപാരം നടന്നത്. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 140 രൂപയിലാണ് ഇന്നും വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലപാട് മാറ്റി ഡൊണാൾഡ് ട്രംപ്. മോദി നല്ല സുഹൃത്തെന്നും ഇന്ത്യക്ക് ചർച്ചയ്ക്ക് തയ്യാറെന്നും ട്രംപ്. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.9% ഉയർത്തി ഫിച്ച്. ശക്തമായ ഡിമാൻഡാണ് നേട്ടമായത്. രാജ്യത്തിന്റെ സ്റ്റീൽ ഇറക്കുമതി വർദ്ധിപ്പിക്കും. 2 വർഷം കൊണ്ട് 10 ഇരട്ടി വർധനയാണ് ലക്ഷ്യമെന്ന് പീയൂഷ് ഗോയൽ. US താരിഫുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം ചെലുത്തില്ല. GST പരിഷ്കരണങ്ങൾ തിരിച്ചടി കുറയ്ക്കുമെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. GST 2 സ്ലാബിലേക്ക് ചുരുങ്ങിയതോടെ 391 സാധനങ്ങൾക്ക് വില കുറയും. വീട്, കാറ്, വസ്ത്രം തുടങ്ങി സാധാരണക്കാരുടെ സ്വപ്നങ്ങളെ തലോടുന്നതാണ് പുതിയ GST പരിഷ്കരണം. GST ഇളവുകൾ വീട്ടുപകരണങ്ങളുടെ വില കുറയ്ക്കും. നിലവിലെ 28% GST 18% മാത്രമാകും.
ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.